റീഡേഴ്സ് ലാബ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള എൻ്റെ ഹോം ലൈബ്രറിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പുസ്തകങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷമേറെയായി. വാങ്ങുന്ന പുസ്തകങ്ങളിലെല്ലാം ആ വാങ്ങിയ ഡേറ്റ് കുറിച്ചു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. കുറെ മുൻപത്തെ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ 2009-ലും 2005-ലൊക്കെ വാങ്ങിയ പുസ്തകങ്ങൾ എൻ്റെ ഈ കളക്ഷനിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്കൂൾ വെക്കേഷന്റെ സമയത്ത് ഇത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ പുതിയതായി വായനയിലേക്ക് വരുന്ന തലമുറയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പുസ്തകം അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരാശയം ഉപയോഗപ്പെടുത്തിയത്. കുട്ടികൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, അതില് കുട്ടികൾ എന്ന് പറയുമ്പോൾ UP മുതൽ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ട് അവരുടെ വീട്ടിലെത്തിച്ച് തൊട്ട് വരുന്ന ഞായറാഴ്ച ആ പുസ്തകം തിരികെ വാങ്ങി മറ്റൊരു പുസ്തകം കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ ഞാൻ തുടർച്ചയായി 8 ആഴ്ചകളിൽ പുസ്തകം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അവരുടെ റിവ്യൂ സ്ഥിരമായി വരുന്നത് കാണുമ്പോൾ തുടക്കത്തിൽ ഞാൻ ആകെ 8 പേർക്കാണ് പുസ്തകം ആദ്യമായി കൊണ്ടുകൊടുത്തത്. പക്ഷേ അത് ഓരോ ആഴ്ച കൂടുമ്പോഴും അത് 8 ഉള്ളത് 16ആയി. അത് ഒരുപാട് കുട്ടികൾ ഈ വായനയിൽ താല്പര്യം കാണിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരെ ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവരോട് പുതിയ പുസ്തകങ്ങളുടെ അപ്ഡേറ്റ് അറിയിക്കുകയും ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ റിവ്യൂ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരെഴുതിയ നല്ല റിവ്യൂകൾ റീവർക്ക് ചെയ്ത് അവർക്ക് വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായി. ഇതിനെ വളരെ വിശാലമായ അർത്ഥത്തിൽ ജസ്റ്റ് കുറച്ച് പുസ്തകങ്ങളെ മാത്രം അവൈലബിൾ ആക്കുന്നതിലപ്പുറം ഒരു ലൈബ്രറി എന്നതിന്റെ വളരെ വിശാലമായ അർത്ഥത്തിൽ ഇതിനെ വായനക്കാരിലേക്ക്, ആവശ്യക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള വലിയൊരു താല്പര്യം എനിക്ക് ഇതിന്റെ പിന്നിലുണ്ട്. സമാന മനസ്കരായിട്ടുള്ള പുസ്തകപ്രേമികളായുള്ള ആളുകൾ എൻ്റെ നാടിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള പുസ്തകപ്രേമികളായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു വായന കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ വെറും 5-6 പേര് മാത്രമായി തുടങ്ങിയ ഗ്രൂപ്പ് ഇന്ന് ഞങ്ങൾക്ക് 50ഓളം വായനക്കാരുള്ള ഗ്രൂപ്പാക്കി വളർത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ എൻ്റെ ഒരു ഹോം ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും മാറി വിശാലമായ ലെവലിൽ തന്നെ ഞാൻ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറി ആക്കി ഈ ലൈബ്രറിയെ മാറ്റാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രത്യാശ എനിക്ക് എൻ്റെ ആ വാട്സപ്പ് ഗ്രൂപ്പ് തരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.